എൻ്റെ തംബ്നെയിൽസ് ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് തംബ്നെയിൽസ് എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്, എൻ്റെ മനസ്സിലൂടെ പോകുന്ന തോട്ട് പ്രോസസ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇല്ലേ, ഈ വീഡിയോയുടെ തംബ്നെയിൽ ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ആക്ഷൻ ലൈവ് ഡെമോ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണക്കാരുടെ ഫോട്ടോഷോപ്പായിട്ടുള്ള www.canva.com ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്നാണ്. ഞാൻ ഇന്നേ വരെ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെ എന്താ ഉള്ളത്, തംബ്നെയിൽസും കാര്യങ്ങളും ഉള്ള ഒരു ഒറ്റൊരു പേജിലാണ് എല്ലാം ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് canva.com വന്നിട്ട് ക്രിയേറ്റ് ഡിസൈൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് യൂട്യൂബ് തംബ്നെയിൽ ക്ലിക്ക് ചെയ്യാം. മനസ്സിലായില്ല? അപ്പോൾ തന്നെ കറക്റ്റ് യൂട്യൂബ് തംബ്നെയിലെ ഡൈമെൻഷനിൽ ഒരു സാധനം തുറന്നു വരും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ബാക്കി കലാപരിപാടികൾ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു തംബ്നെയിൽ ഉണ്ടാക്കാം. എന്നിട്ട് ബാക്കിയുള്ള തംബ്നെയിൽസില്ലേ അതൊക്കെ നമുക്കൊന്ന് പുഷ്പിച്ചെടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഇവിടെ തന്നെ പോവാണ്. എന്ത് ചെയ്യുന്നു, ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഒരുപാട് എൻ്റെ ഫോട്ടോസ് ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. ഐഫോണാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോ ഷൂട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ അത് അപ്ലോഡ് ചെയ്യും. എനിക്കിഷ്ടമുള്ളൊരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരുപാട് എന്താ പറയുക, ഭാവങ്ങളിലും എക്സ്പ്രഷനിലും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യട്ടെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് രസമുണ്ട്. ഇത് അപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ തമ്മിൽ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഇത്തിരി ബ്രൈറ്റ്നസ് ഞാൻ ഇത്തിരി അങ്ങോട്ട് കുറക്കും. എന്നിട്ട് കോൺട്രാസ്റ്റ് ചെറുതായിട്ട് ഞാൻ കൂട്ടും. അപ്പോഴത്തേക്കായിട്ടൊരു ക്വാളിറ്റി വന്നോളും. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കൊരു ഒരുമാതിരി രസമായി. അപ്പോൾ എന്നിട്ട് സെറ്റ് ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും. മനസ്സിലായി? അപ്പോൾ ഈ തൊപ്പി ഇത്തിരി പോയി. പിന്നെ ഈ തൊപ്പിയും ഷർട്ടൊക്കെ ടീഷർട്ട് മെയിൻ ഒരു ബ്രാൻഡ്, നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ബ്രാൻഡ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു തൊപ്പി മെയിൻലി ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോൾ തൊപ്പി മേളിൽ നിന്നിട്ട് പോയി, അത് വേണ്ട. അപ്പോൾ ഞാൻ ചെയ്ത കണ്ടോ നിങ്ങൾ, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. ജസ്റ്റ് ഇങ്ങനെ ഞാൻ താഴ്ത്തു. അപ്പോൾ എനിക്ക് തൊപ്പിയും ഉൾപ്പെടെ എനിക്ക് കിട്ടും. ഡൺ ക്ലിക്ക് ചെയ്യും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഇമേജ് വരുത്താനുള്ള മെയിൻ ടെക്നിക്ക്. ഇനി അടുത്തെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത്, ജസ്റ്റിൻ്റെ മേളിൽ പോയാൽ അറിയാം. ഇതുണ്ടോ? അടുത്തെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഗൂഗിൾ ആഡ്സ് പ്ലേലിസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാനിവിടെ നമ്പറിങ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്പറിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ആ പ്ലേലിസ്റ്റിൽ പെട്ടാത്ത, ഇത് സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് യൂട്യൂബ് ഗ്രോത്ത് സ്ട്രാറ്റജിയിലെ ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതൊരു പ്ലേലിസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതെടുത്ത് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യും, 1 എന്ന് കൊടുക്കും. അല്ല, ഏതാണോ നമ്പർ അത് കൊടുക്കും. മനസ്സിലായി? തൽക്കാലം അത് ഇവിടെ വേണം. എനിവേ, അപ്പോൾ ഇതാണ് നമ്മളെ ഫോട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഗൂഗിൾ ആഡ്സ്, മനസ്സിലായില്ലേ, മറ്റേതിൽ ഗൂഗിൾ ആഡ്സ് എന്നായിരുന്നു മെയിൻ. ആ ഗൂഗിൾ ആഡ്സ് പ്ലേലിസ്റ്റ് ആണ്. അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ആൾക്കാർ കാണുന്നത് അതാണ്. അപ്പോൾ അതാണ് അത് കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അതല്ല. ഇവിടെ ഒരു യൂട്യൂബ് തംബ്നെയിൽ ക്രിയേഷൻ ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എലമെന്റ്സിന് ഇവിടെ വന്നിട്ട് യൂട്യൂബ് ഉണ്ടാവും നോക്കും. ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നേരെ പോയിട്ട് വല്ല ഗൂഗിളിൽ നിന്ന് അടിച്ച് മാറ്റും. യൂട്യൂബ് ലോഗോ. യൂട്യൂബ് ലോഗോ ഉണ്ട്. ചിലപ്പോൾ ഇനി വേറെ എവിടെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വേറെ ഗൂഗിളിൽ പോയി തപ്പേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് യൂട്യൂബിൽ ഒന്ന് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി വൃത്തിയുള്ള സാധനം ഉണ്ടെങ്കിലോ, യൂട്യൂബ് ലോഗോ. അപ്പോൾ ഈ ലോഗോ ഞാൻ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഡിസ്പ്ലേ ക്യാമ്പയിനിൽ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വന്നിക്കും. ഇതിവിടെ നമുക്ക് സൈഡിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഇത്രയും സൈഡ് ഒക്കെ വൈറ്റ് സ്പേസ് ഉണ്ട്, അതൊന്ന് ഡിലീറ്റ് ചെയ്യാമായിരുന്നു അല്ലേ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ഐഡിയ ആണ് ഇത് യൂട്യൂബിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണെന്ന്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ നിങ്ങളുടെ ചാനലിലെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത് ആദ്യം നിങ്ങളുടെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കണ്ടല്ല, ആദ്യം നിങ്ങൾ നേരെ ഇമേജ് കാണും. നിങ്ങളുടെ തംബ്നെയിൽ ഓക്കെ ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈറ്റിലേക്ക് നോക്കും. ആ ടൈറ്റിലും കൂടി ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും മാത്രമല്ല അവർ ക്ലിക്ക് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ ആൾക്കാർ പിന്നെ വ്യൂസും അവിടെ എന്തോ കാണുന്നത് എനിക്ക് ഓർമ്മിട്ടില്ല. ഓക്കെ, എത്ര മാസത്തെ ഓൾഡ് ആണ്, എത്ര വ്യൂസ് ഉണ്ട്, അതുകൂടി എല്ലാം കണ്ടിട്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്നതല്ലേ. പക്ഷേ ഇമേജ് തംബ്നെയിലാണ് ഫസ്റ്റ് സാധനം. അപ്പോൾ ഈ ഇമേജ് കണ്ടാൽ തന്നെ അറിയാം അവൻ എന്തോ ഒരു സീക്രറ്റ് ഇങ്ങനെ ആരോടും പറയാത്തൊരു സംഭവമായിരിക്കണം, ആരോടും പറയല്ലേ എന്ന രീതിയിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഹെഡിങ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യാച്ചി ആയിട്ട് ഉള്ള സംഭവമായിരിക്കും. പക്ഷേ ഇത് പൂർണ്ണമായി സത്യമാകണമെന്ന് നിർബന്ധമില്ല. തുറന്ന് പറയാണ്, നിങ്ങളുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു സത്യമാണ് നിർബന്ധമില്ല. മറിച്ച് എന്തായിരിക്കണം, ബേസിക് തംബ്നെയിലിന്റെ ജോബ് എന്ന് പറയുന്നത് ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇതൊന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറെ ക്ലിക്ക് ചെയ്യണ്ടല്ലോ. മനസ്സിലായില്ലേ?
യൂട്യൂബ് തംനെയിൽ സീക്രട്സ്. മനസ്സിലായില്ലേ? തംനെയിൽ സീക്രട്സ്. അപ്പോൾ ഇത് സീക്രട്ട് ആണോ വെച്ചാൽ സീക്രട്ട് അല്ല, പക്ഷെ എന്നാലും ഒരു സീക്രട്സ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് അത് അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എഫക്റ്റ് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടേ ഇല്ല വരും ഇതിൻ്റെ കളർ ആദ്യം ഞാൻ വൈറ്റ് ആക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ? അയ്യോ സെറ്റായില്ലല്ലോ. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പാരൻസി കൂട്ടണം കേട്ടോ, തംനെയിൽ സ്റ്റിക്കേഴ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ഇതൊരു ഒരു ആ ഒരു പഞ്ച് ആൾക്കാർക്ക് സീക്രട്ട് എന്ന് പറയുമ്പോൾ എന്താണ് എപ്പോഴും ക്ലിക്ക് ചെയ്യാൻ ഒരു ഇതാണ്. ഇപ്പോൾ ഫ്രീ ഗൂഗിൾ ആഡ്സ് കോഴ്സ്, ഫ്രീ സീക്രട്സ്, സീക്രട്ട് ഹാക്ക്, പിന്നെ റിസൾട്ട് നിങ്ങളുടെ കൂടും, CTR കൂടും. നമ്മളുടെ കേസിലാണെങ്കിൽ കൂടുതൽ ആൾക്കാരും യൂട്യൂബ് തംനെയിൽ നിങ്ങളിപ്പോൾ എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആണ് നിങ്ങൾ, ഈ വീഡിയോയുടെ ടാർഗറ്റ് ഓഡിയൻസ് ആണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വ്യൂസ് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ CTR കൂട്ടാനായിട്ട് നിങ്ങളാണ് ലക്ഷ്യം. അപ്പോൾ ഞാനൊരു ഗ്രാഫ് പോലെ കാണിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ വ്യൂസ് എന്ന് എഴുതി കൊടുക്കാം. അതായത് നമുക്ക് ജസ്റ്റ് ഇവിടെ എലമെന്റ്സിലേക്ക് വന്നിട്ട് ഒരു ഗ്രാഫ് കൊടുക്കാം. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഇത് ഓക്കെ വ്യൂസ് കൂടാനുള്ളൊരു സംഭവമാണെന്ന്. ഈ ഗ്രാഫ് ഒന്നും വലിയ രസമില്ല കാണാൻ. ഓക്കെ, ഇത് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കാം. ഈ സാധനം ഇല്ലേ, എന്നാലും ഒരു ഗ്രാഫ് വൈബ് ഇല്ലല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇതോ, ഇത് പിന്നെയും രസമുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ വന്നിട്ട് ഇവനെ നമുക്ക് വൈറ്റ് ആക്കാം. ഇവനെ നമുക്ക് എടുത്ത് കളയാം, ഡിലീറ്റ്. ഇവനെ നമുക്ക് താഴെ വെച്ചിട്ട് ഇവനെ നമുക്ക് കുറച്ച് പൊക്കിയാൽ സ്ഥലം ഉണ്ടാവും. ഓക്കെ, ഇവനാണെങ്കിൽ ഒരു ലൈനിലേക്ക് ആക്കിയാലോ, അതല്ല കുറച്ച് നല്ലത്. മൈ ഇതാ, അതായത് എൻ്റെ മനസ്സിലായി ഈ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ബ്രാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തംനെയിൽ സീക്രട്സും കാണാൻ, എൻ്റെ തംനെയിൽസ് കാണാൻ രസമുണ്ട്. അപ്പം മൈ തംനെയിൽ സീക്രട്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടി പേഴ്സണലൈസ് ഒരു സംഭവം കാണാൻ മനസ്സിലായില്ലേ, ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യാം, ഇവിടെ മൈ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ടി അമർത്തി കഴിഞ്ഞാൽ ടെക്സ്റ്റ് വരും. അപ്പോൾ ഞാൻ മൈ തംനെയിൽ സീക്രട്സ് ജസ്റ്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, ഇത് മൈ തംനെയിൽ സീക്രട്സ് എന്നൊരു സംഭവമായി. എന്നിട്ട് ഈ ഗ്രാഫിനെ നമുക്കൊന്ന് വലുതാക്കി എടുക്കണമല്ലോ. ഈ ഗ്രാഫ് രസമില്ല, നമുക്ക് വേറെ ഗ്രാഫ് നോക്കാം. ഇതൊരു ഗ്രാഫ് ഉണ്ട്. ഓക്കെ, ഈ ഗ്രാഫ് പിന്നെ രസമുണ്ട് കാണാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവൻ്റെ കളർന്ന് മാറ്റിയാൽ മതി. കളർ നമ്മൾ തീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ബ്ലാക്കും വൈറ്റ്, ഓക്കെ ബ്ലാക്ക് കയറ്റാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കാണാൻ രസം. ഇവന്ന് വലുതാക്കിയിട്ടേ എന്താ വലുതാക്കി സെറ്റാക്കാം നമുക്ക്. ഓക്കെ, കുറച്ച് ചെറുതാക്കിയിട്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് എന്താ കൊടുക്കുക, വ്യൂസ് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ടി നോക്കി കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ഇത് വരും. ഇപ്പോൾ വ്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചരിക്കാം. അയ്യോ വല്ലാത്തൊരു ചരിവായി പോയി. ചരിച്ചിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിടാം. ഓക്കെ, വ്യൂസ് നമുക്കൊരു ആരോ മാർക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ആരോ ഓക്കെ, ഒരു ആരോ മാർക്ക് കൊടുക്കാം. അപ്പോൾ ആരോ ഇതൊരു നമ്മുടെ ലൈൻ വെയിറ്റ് ഒന്ന് കട്ട് ചെയ്യാൻ മതി. മനസ്സിലായില്ലേ? ലൈൻ കട്ട് ആക്കുക. ഒന്ന് ഇത് രസമില്ല, ഇത് മതി. ഇതിൻ്റെ കളർ നമുക്കൊന്ന് വൈറ്റ് ആക്കാം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു വെട്ടി ജ്വലിച്ചിരിക്കുന്ന ഒരു സംഭവം ഇവൻ നമുക്ക് കുറച്ചും കൂടി ഒന്ന് പവറാക്കാം. അപ്പോൾ ആൾക്കാർക്ക് ഐഡിയ കിട്ടും, വ്യൂസ് കൂടും എന്നുള്ളൊരിത്. മനസ്സിലായില്ലേ? മൈ തംനെയിൽ സീക്രട്സ്, യൂട്യൂബിലെ മൈ തംനെയിൽ സീക്രട്സ്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു തംനെയിൽ നമ്മൾ സെറ്റ് ആക്കണം. അപ്പോൾ ഇത് ഫുൾ സ്ക്രീൻ മോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ തംനെയിൽ സീക്രട്സ് ആരെ അറിയിക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു തംനെയിൽ നമ്മൾ സെറ്റ് ആക്കേണ്ടത്. വേണമെങ്കിൽ ഇവിടെ ഒരു പെർസെൻറ്റേജ് കൊടുക്കാമായിരുന്നു അല്ലേ, ഒരു 10% ഇൻക്രീസ് അല്ലെങ്കിൽ ഒരു 100% ഇൻക്രീസ്. പക്ഷെ ഒരുപാട് നിങ്ങൾ കുത്തി കയറ്റി എന്ത് ചെയ്യരുത്, ഇത് അങ്ങോട്ട് നെക്കിക്കളയരുത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വൈബ് ആക്കാൻ വേണ്ടിയിട്ട് എന്ന് നമുക്കൊരു സാധനം കൊടുക്കാം. അതായത് ടെക്സ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ SHH, അതായത് ഇവൻ ഇങ്ങനെ, അതായത് ഞാൻ ഇതിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന പോലെ ഒരു സെറ്റപ്പ്. മനസ്സിലായി? ആരോടും പറയല്ലേ എന്നുള്ളൊരു. അപ്പോൾ ആൾക്കാർക്ക് ഇത് ക്ലിക്ക് ചെയ്യാൻ ഒരു ഇതുണ്ടാവും, ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ വേണ്ട. മനസ്സിലായില്ലേ? ഇതിങ്ങനെ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചും കൂടി ക്ലിക്ക് ചെയ്യാനൊരു ഓക്കെ ഇത് ആരോടും ശരിക്കും ഇത് സീക്രട്സ് ആണ് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ഒരു എഫക്റ്റ് കൊടുത്തിട്ട് ഒരു നിയോൺ വൈബ് കൊടുത്താലോ, കാണാൻ രസമില്ല. ഇവൻ്റെ കളർ ഒന്ന് വൈറ്റ് ആക്കിയാലോ, ഞാൻ വൈറ്റ് ആക്കിയിട്ട് നിയോൺ കുറച്ചാലോ, അറിയുന്നില്ല, ബ്ലാക്ക് തന്നെ ആക്കാം. ഓക്കെ, എന്നിട്ട് FX വന്നിട്ട് നിയോൺ മാറ്റിയിട്ട് ലിഫ്റ്റ് കൊടുക്കാം. ഇത് കുറച്ചും കൂടി ഒരു ഗുമ്മുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഞാൻ ഈ വീഡിയോയുടെ തംനെയിൽ സെറ്റ് ആക്കിയത്.
മനസ്സിലായില്ലേ? ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം എനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ ഗൂഗിൾ ആർട്സ് പ്ലേലിസ്റ്റിന് 10-17 എന്തുണ്ട് തംനെയിൽസ് ഉണ്ട്. ആ തംനെയിൽസ് ഒക്കെ ഞാൻ ഒന്ന് റീവാമ്പ് ചെയ്യാൻ പോകണം, വർക്കൗട്ട് ചെയ്യണം. അത് പോരാ എന്നുള്ളൊരു ഫീൽ. അപ്പോൾ ഞാനത് എന്താ പറയുക, ഇമ്പ്രൂവ് ചെയ്യാൻ പോകണം. അപ്പോൾ അത് ഓരോന്നും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൂടെ പോകുന്ന തോട്ട്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അടുത്ത പാർട്ട് അങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് കാണണമെന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് പോകാം. അത് കുറച്ച് ലോങ് ആയിരിക്കും, കാരണം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എൻ്റെ തോട്ട് പ്രോസസ്സ് നിങ്ങളെ കാണിക്കാനാണ്. ഇങ്ങനെ അധികം ആൾക്കാർ അങ്ങനെ വീഡിയോസ് ഉണ്ടാക്കുന്നില്ല, അവരുടെ തോട്ട് പ്രോസസ്സ് കാണിക്കാനുള്ള വീഡിയോസ് കാണുന്നില്ല. അപ്പോൾ അവർ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോവാണ്. മനസ്സിലായി? ഇതും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പ്രിപ്പയർഡ് അല്ല, ജസ്റ്റ് അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റിങ്സ് അവിടെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ലൈവ് സാധനം അവിടെ കാണുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് ഇത് ഫ്രീ ഗൂഗിൾ ആർട്സ് കോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ മലയാളം എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ സ്പേസ് ഇത്തിരി കൂടിയ പോലെ ഒരു തോന്നലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ സ്പേസ് കുറയ്ക്കാനായിട്ട് ഇവിടെ വന്നിട്ട് ലെറ്റർ സ്പേസിങ് ഒന്ന് കുറയ്ക്കാം. കണ്ട, അപ്പോൾ അതിങ്ങനെ കുറച്ചുകൂടി ഒതുങ്ങിയിരിക്കും. ഇത് മലയാളം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഓക്കെ, ഫ്രീ ഗൂഗിൾ ആർട്സ് കോഴ്സ് പ്ലേലിസ്റ്റ്. ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് സൈസ് ഇത്തിരി വലുതാക്കണോ, ഇത് മതി. മനസ്സിലായില്ലേ? ഇനി താഴെ ഫൈൻഡ് മെമ്മറബിൾ ഫോൺസ് ഫോർ ലോഗോ. അപ്പോൾ ഇത് ഇത്തിരി ഞാൻ പണ്ട് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ഫോട്ടോ കാണാൻ കുറച്ച് പഴഞ്ചനാണ്. അപ്പോൾ അത് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് എടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ അടുത്തെടുത്ത ഏതെങ്കിലും ഒരു ഈ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ എടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എഡിറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. കോൺട്രാസ്റ്റ് കൂട്ടുന്നു, സാച്ചുറേഷൻ കൂട്ടുന്നു, എന്ത് ചെയ്യുന്നു, എഡിറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ആയിരിക്കും പൊതുവെ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇവിടെ ഒരു എന്തോ സംഭവമുണ്ട്. അപ്പോൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രോപ്പ് ക്ലിക്ക് ചെയ്യണം. ക്രോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ക്യാൻസൽ. ഇവൻ ഞാൻ ഒന്ന് റിമൂവ് ഡിറ്റാച്ച് ഇൻഫോ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് പിന്നെ ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ക്രോപ്പ് ചെയ്യാം. ശരി, ഡൺ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഫോട്ടോയുടെ അപ്ഡേഷൻ വന്നു. ഇത് ഇംഗ്ലീഷിലാണ്. അത് ആദ്യം പണ്ട് ചെയ്തിരുന്ന വീഡിയോസാണ്. അപ്പോൾ ഇംഗ്ലീഷിലാണ് ഞാൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ ഇംഗ്ലീഷിൽ നിൽക്കും. ഫൈൻഡ് മെമ്മറബിൾ ഫോൺസ് ഫോർ ലോഗോ എന്നല്ല, ഫൈൻഡ് ബ്രെത്ത് ടേക്കിംഗ്, അതായത് നിങ്ങൾ ശ്വാസം മുട്ടിക്കുന്ന അല്ലെങ്കിൽ അത് വേണം, ഇത് ഇത്തിരി പോരെ. ഫൈൻഡ് ക്ലിക്കബിൾ ഫോണ്ട് ഫോർ ലോഗോ. ശരിയല്ലേ? ഫോണ്ട് കണ്ട നമുക്കത് ക്ലിക്ക് ചെയ്യാൻ തോന്നണം നിങ്ങളുടെ പരസ്യങ്ങൾ എന്നുള്ളൊരു ആശയമാണ് ഞാൻ അവിടെ വെക്കുന്നത്. ഫൈൻഡ് ക്ലിക്കബിൾ ഫോണ്ട് ഫോർ ലോഗോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിക്സിന്റെ കുറച്ച് വൈബ് കിട്ടാൻ വേണ്ടി എലമെന്റ്സിൽ വന്നിട്ട് ഇവിടെ വന്ന് ക്ലിക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലിക്സ് എന്തെങ്കിലും കിട്ടാം. ഇത് ഞാൻ വേറൊരു സംഭവത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ അത് എടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് വേറെ എന്തെങ്കിലും താഴെ കാണാനുണ്ടോ? ഇത് ഗ്രാഫിക്സ് ആണ്, ഗ്രാഫിക്സ് വെക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇത് ഒക്കെ പ്രോ വേർഷനിലുള്ളതാണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കൊള്ളാം. അല്ലെങ്കിൽ നമുക്കൊരു വേറൊരു സംഭവം വെച്ചാലോ, ടാർഗറ്റ് സംഭവം വെച്ചാലോ, ഇത് വെച്ചാലോ. ഇത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചും കൂടി എന്താ പറയുക, ആ ഒരു അർത്ഥം വരുന്നുണ്ടല്ലോ, അത് ക്ലിക്കബിൾ ആണെന്നുള്ള അർത്ഥം വരുന്നുണ്ടല്ലോ. അപ്പോൾ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യാം. അപ്പോൾ ഇത് വെക്കാം, പക്ഷേ ഇതിന് കളറൊക്കെ നമ്മൾ മാറ്റണം. കാരണം നമ്മൾ ബ്രാൻഡ് ബ്ലാക്കും വൈറ്റും ആ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വന്ന് ബ്ലാക്ക് ആക്കുന്നു, ഇതിനെ നമ്മൾ വൈറ്റ് ആക്കുന്നു, നടുക്ക് ഈ സാധനത്തിന് ഞാൻ വൈറ്റ് ആക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലിക്കബിൾ നിങ്ങൾ വൈബ് കിട്ടി. മനസ്സിലായില്ലേ? ഫൈൻ ക്ലിക്കബിൾ ഫോൺസ് ഫോർ യുവർ ലോഗോ, പേഴ്സണൽ ആക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിവിടെ വെക്കണം, ഇത് ചെറുതായിട്ട് വെക്കാം, ആൾക്കാർ കാണും. ഫൈൻ ക്ലിക്കബിൾ പോസിബിൾ വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സംഭവമാണ്. ഓക്കെ, ഇതായിരിക്കും ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇനി താഴേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ലോഗോ ഉണ്ടല്ലോ, ഇത് ഫസ്റ്റ് അല്ല, ഗൂഗിൾ ആർട്സ് പ്ലേലിസ്റ്റിന് മുമ്പ് ചെയ്തൊരു ഇതും പഴയ ഇമേജ് ആണ്. അപ്പോൾ അത് നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതൊരു തംബ്സ് അപ്പ് കാണിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ്സിൽ പോയിട്ട് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും ഓൾറെഡി ചെയ്തിരിക്കുന്നത് വേണ്ട, വേറെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഒരു തംസ് അപ്പ് കാണിക്കുന്ന ഒരു ഇമേജ് ഞാൻ എവിടെയോ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കൊള്ളാം, പക്ഷെ കാണാനൊരു ഇതൊരു തംസ് അപ്പ് ഉണ്ട്, പക്ഷെ കാണാൻ രസമില്ല. ഇത് പിന്നെയും കൊള്ളാം. ഇതൊന്ന് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും അല്ലേ? ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് ഇതിൽ കാണണം. കാരണം കുറച്ചും കൂടി ബിസിനസ് ഓണേഴ്സിനും ഇത് വർക്കാവുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഇതുണ്ട്, തംസ് അപ്പ് കാണുന്നില്ല, ഒരു കോൺഫിഡൻസ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കായിരിക്കും ക്ലിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഈ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് ഇത് അങ്ങോട്ട് കയറ്റുക.
അപ്പോൾ ഈ ഒരു ഇമേജ് കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്ന ആദ്യം എഡിറ്റ് ഇമേജ് പോകുന്നു, എന്നിട്ട് ബ്രൈറ്റ്നസ് ഇത്തിരി കുറക്കും, എന്നിട്ട് കോൺട്രാസ്റ്റ് ഇത്തിരി കൂട്ടും, സാച്ചുറേഷൻ ഇത്തിരി കൂട്ടും. അപ്പോഴത്തേക്ക് ആ ഒരു ക്വാളിറ്റി വന്നു കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ എഡിറ്റ് ക്രോപ്പ് ചെയ്യണം. ഈ സൈഡിലൊക്കെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്രോപ്പ് ചെയ്യണം. എന്ത് ചെടി ഇരിക്കുന്നു, മേളിൽ എന്തോ ഉണ്ട്, മനസ്സിലായില്ലേ? പാൻറ് അധികം കാണിക്കണ്ട, എനിക്ക് ഈ ഒരു ഇത്രയും മതി, ടീഷർട്ട് വരാൻ മതി. അപ്പോൾ ഡൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിപ്പോൾ ഈ സ്ഥലത്താണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്താലോ, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ. എന്നിട്ട് ഞാൻ ജസ്റ്റ് സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട്. പവർ തന്നെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ മലയാളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലയാളം വേണ്ട, ഞാൻ എന്താ പറയുക, മലയാളം എഴുതാൻ ഉദ്ദേശിക്കുന്നത്.
ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ്. ഓക്കെ, മസ്റ്റ് യൂസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, നിങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇത് ചെക്ക് ഔട്ട് ചെയ്യേ എന്നുള്ളൊരു ഒരു ഇമോഷനാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇതൊക്കെ ഒന്ന് നേരെ ആക്കുന്നു. ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം ആക്ച്വലി. എന്നിട്ട് നമുക്ക് മേലത്തെ സാധനം കോപ്പി അടിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലുള്ള സാധനം കണ്ടോ, ഇത് ഗൂഗിൾ ആഡ്സ് എന്നൊക്കെ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതായാലും ഗൂഗിൾ ആഡ്സ് എന്നുള്ള സംഭവം എഴുതിയിരിക്കുന്നത് അവിടെ വെച്ചേ പറ്റൂ നമുക്ക്. അപ്പോൾ ഇതിന് ഇവിടെ സ്ഥലം തികയാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവനെ ഒന്ന് സൈഡിലേക്ക് നീക്കിയാൽ നൈസായിരിക്കും. അപ്പോൾ ഇതൊന്ന് ക്രോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഡിറ്റാച്ച് ഇമേജ് ഫ്രം ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് ഇവനെ അങ്ങോട്ട് ഇങ്ങനെ ക്രോപ്പ് ചെയ്യാം മതി. ഇത് കുറച്ചും കൂടി അത് ചെയ്തിട്ട് നോക്കിയാലോ. കണ്ടോ, പക്ഷെ ഇവൻ തല വേണം, തലയില്ലാതെ എന്ത്, തല വേണം. ഓക്കെ, ഡൺ. അപ്പോൾ ഇത്രയും കൂടി സ്ഥലം നമുക്ക് കിട്ടി, മനസ്സിലായില്ലേ? കുറച്ചുകൂടി എക്സ്പെരിമെന്റ് ചെയ്യുന്ന സ്ഥലമാണ്. ടീ നോക്കി കഴിഞ്ഞാൽ ഇത് വരും. അപ്പോൾ റൈറ്റ് ആഡ് ടൈപ്പ്, റൈറ്റ് ആഡ് ടൈപ്പ് ഇസ് ഈക്വൽ ടു എന്താണ്, റൈറ്റ് ആഡ് ടൈപ്പ്, അതായത് ശരി, ഞാൻ ആലോചിക്കണം, ഇവർ ഒരു മര്യാദക്കുള്ള ഒരു ആഡ് ടൈപ്പ് സെലക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ്സ് കിട്ടുമെന്ന് മനസ്സിലായില്ല. അതാണ് എൻ്റെ ആശയം ബേസിക്കലി. ശരിക്കും കറക്റ്റ് ആഡ് ടൈപ്പ് സെലക്ട് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് പ്രോഫിറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാശ് നഷ്ടമാവും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, കോപ്പി പേസ്റ്റ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാൻ പ്രോഫിറ്റ്സ് എഴുതാം. പ്രോഫിറ്റ്സ് ഇതിലൊരു വൈറ്റ് കളർ കൊടുക്കാം, കാരണം ഒരു വ്യത്യാസം തോന്നണമല്ലോ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ്സ് എന്ന് കൊടുക്കാം. പ്രോഫിറ്റ്സ് മാത്രമല്ല, നമുക്ക് മറ്റേ റുപ്പീ സിമ്പിൾ ഇല്ലേ, റുപ്പീ സിമ്പിൾ അതും കൂടെ കൊടുക്കണം. ഇവിടെ കൊടുക്കണം. ഇവനെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവനെ ഒന്ന് കളറ് മാറ്റാം. കൺട്രോൾ പേസ്റ്റ് ചെയ്യുക, ഒന്നുകൂടി പേസ്റ്റ് ചെയ്യാം. അയ്യോ, ഓക്കെ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ കളർ നമുക്ക് മാറ്റാം കേട്ടോ. പക്ഷേ എൻ്റെ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതി ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണത്. പിന്നെ നമുക്ക് ആരോ കൊടുക്കാം, ഈ ഒരു ആരോ കൊടുക്കാം, ശരിയല്ലേ? ആരോ കാണാൻ രസമുണ്ട്. റൈറ്റ് ആഡ് ടൈപ്പ് ഇസ് ഈക്വൽ ടു എന്ത്, മോർ പ്രോഫിറ്റ്സ് എന്നുള്ളൊരു തോട്ട് അവിടെ വരണമായിരിക്കും. ഇത് നമുക്കൊരു വെടിപ്പൻ കളർ കൊടുക്കാം കേട്ടോ. അയ്യോ, ശരിയായിട്ടില്ല, മനസ്സിലല്ലേ? പ്രോഫിറ്റ്സ് നമ്മൾ ഗും കിട്ടുന്നില്ലല്ലോ. പ്ലസ് ആക്കിയാലോ, ഇവനെ നമുക്കൊന്ന് ബ്ലാക്ക് ആക്കിയാലോ. ഓക്കെ, എൻ്റെ ഫുൾ സ്ക്രീൻ നോക്കാം, പ്ലാൻ ഇതിട്ടോളൂ. റൈറ്റ് ആഡ് ടൈപ്പ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ്സ് ലീഡ്സ് ടു പ്രോഫിറ്റ്സ് എന്നുള്ളൊരു ആശയമാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നേ ഇവനെ കുറച്ചൊന്ന് ഇറക്കിയിട്ടിട്ട് ഇവനെ കുറച്ച് കയറ്റിയിട്ട് കുറച്ചുകൂടി ആൾക്കാർക്ക് ആ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ഇവനെ ഒന്ന് ഇറക്കിയിട്ടിട്ട് ഇവനെ ഒന്ന് കയറ്റിയിട്ടു. ചിലപ്പോൾ കുറച്ചുകൂടി ഒരു വൈബ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു കറക്കി ഈ ആരോ ഇട്ട് നോക്കിയാലോ. ഈ ആരോ കുറച്ചും കൂടി ഒരു വൈബ് ഉണ്ട് അല്ലേ? ഇവനെ നമുക്കൊന്ന് കറപ്പിച്ചിട്ടാലോ. കുറച്ച് വെട്ടി നിൽക്കുന്നുണ്ട്. ഇവനെ നമുക്കൊന്ന് മാറ്റിയിട്ടേ ഇത് ഒന്നുകൂടി ഒന്ന് കൺട്രോൾ പേസ്റ്റ് ചെയ്തിട്ട് ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. നമുക്ക് ഫ്ലിപ്പ് വെർട്ടിക്കലി, മനസ്സിലായില്ലേ? ആൾക്കാർ നോക്കി എന്താ ഈ സംഭവം എന്ന് നോക്കുമെന്ന്. ഇവനെ നമുക്കൊന്ന് ഈ കൈ എടുത്ത് കളയാം. ഇപ്പോൾ കൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവനൊന്ന് നമുക്ക് വേണമെങ്കിൽ ഇവനെ ഈ സൈഡിലേക്ക് ആക്കാം. മനസ്സിലായി, ആൾക്കാരത് മലയാളത്തിൽ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഓക്കെ, ഇത് ഒന്ന് ഇവിടെ വന്നിട്ട് വലുതാക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ഹൈലൈറ്റ് കാണാൻ വേണ്ടി എഫക്ട്സിൽ വന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. എന്നിട്ട് കണ്ട ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നു. എന്നിട്ട് ഈ സ്പ്രെഡ് ഒന്ന് കുറയ്ക്കാം. സ്പ്രെഡായി വെക്കണ്ട, റൗണ്ടും നമുക്കൊന്ന് 0 ആക്കാം. അപ്പോൾ അതൊരു സ്ക്വയർ ഇന്നോട്ടെ. അപ്പോൾ അത് കൃത്യം എടുത്ത് കാണാം. ഇവനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വൈറ്റ് ആക്കാം, കുറച്ചും കൂടി ആൾക്കാർ ശ്രദ്ധിക്കും. ഇവനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുക്കാം. അയ്യോ, എല്ലാം വേണം, വൈറ്റ് കൊടുക്കാം. ഇവനെ നമുക്ക് എന്താണ് സ്പ്രെഡൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം. ശരി, അപ്പം അങ്ങനെയാണ് നമ്മളൊരു തംബ്നെയിൽ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ 2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ഥാനത്ത് ബാക്കിൽ ഒരു വൈറ്റ് ബോക്സ് വിട്ടാൽ ഇത് സെറ്റാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ഈ വീഡിയോക്കാണ് സെറ്റ് ആക്കാൻ പോകുന്നത്. ഇത് പഴയതാണ്, കീവേഡ് പ്ലാനർ സേവ് മോർ. അപ്പോൾ കീവേഡ് പ്ലാനർ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന്റെ യൂട്യൂബ് ടൈറ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇതാണ് ഇപ്പോഴത്തെ ഇത്. അപ്പോൾ റിസർച്ച് കീവേഡ്സ് അറ്റ് ബ്രിങ് ടു പ്രോഫിറ്റ്സ് എന്നാണ് ഞാൻ ടൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് ആ ഒരു വൈബിൽ നമുക്ക് എന്ത് ചെയ്യാം. പിന്നെ ഇതിൽ തന്നെ ഗൂഗിൾ ആഡ്സ് കീവേഡ് പ്ലാനർ എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞ എന്താ പറയാം, ആ കീവേഡ് നമ്മൾ എപ്പോഴും മിസ്സാക്കരുത്, അത് അവിടെ ഉണ്ടാവണം. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തംബ്നെയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാറ്റാനാണ്. അപ്പോൾ ഞാൻ ഇതിന് അനുയോജ്യമായിട്ടുള്ളൊരു ഇമേജ് തപ്പിപ്പിടിച്ചെടുക്കട്ടെ. ഓക്കെ,
ഇപ്പൊ ഞാൻ ഈ ഒരു ഇമേജ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് പ്ലേസ് ചെയ്ത് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് പ്ലേസ് ചെയ്യാൻ മുന്നേ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ അല്ലേ, എന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്ലേസ് ചെയ്ത് നോക്കാം. ഓ തല പോകല്ലേ. ഓക്കെ, പക്ഷെ ഇവിടെ ഇത്രയും ഗ്യാപ്പ് പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാപ്പ് നമുക്ക് പറ്റില്ല. അപ്പം ഒന്നുകൂടി ഒന്ന് ഡിറ്റാച്ച് ഫ്രോം ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്യും. ക്രോപ്പ് ചെയ്യുമ്പോൾ എന്താണ്, ഇത് വലിച്ച് ഇതൊന്ന് വലിച്ചിങ്ങനെ ആക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് റിപ്ലേസ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് നോക്കാം. സ്ഥലം പോയി വീണ്ടും, പക്ഷെ ആ സ്ഥലം അവിടെ കുറച്ച് കിട്ടി. പിന്നെ ഞാൻ ഡൺ ക്ലിക്ക് ചെയ്യാം. മനസ്സിലായോ? പക്ഷെ എന്നാലും കൈ ഇത്തിരി പൊക്കാല്ലേ, ഇത്തിരി പൊക്കാം. തല ഇത്തിരി പോയാലും കുഴപ്പമില്ല. കോൺഫിഡൻസ് അവിടെ കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ ഇവിടെ മലയാളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട. നമുക്ക് ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. Ctrl+C, പിന്നെ നമുക്ക് കളഞ്ഞിട്ട് എന്ത് ചെയ്യാം, Ctrl+V ചെയ്യും. അത് അവിടെ ഒതുങ്ങി നിന്നോളും. അപ്പോൾ കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന കീവേഡ് ഞാൻ ഏതായാലും അവിടെ വെക്കും. ഗൂഗിൾ ആഡ്സ് ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ പിന്നെ ഇതിന്റെ ബാക്കിൽ ഒരു പെട്ടി വേണമല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ബാക്കിൽ ഒരു പെട്ടി കണ്ടോ? അപ്പം ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ നേരെ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? എന്നിട്ട് ഇവിടെ നമ്പർ മാറ്റിയാൽ പോരെ, 3 ആക്കാം. ഓക്കെ, സെറ്റായില്ലേ? അപ്പോൾ ഗൂഗിൾ ആഡ്സ് അങ്ങനെ ഇരിക്കട്ടെ. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കീവേഡ് പ്ലാനർ ആൾക്കാർ കാണട്ടെ, ഗൂഗിൾ ആഡ്സ് കീവേഡ് പ്ലാനർ കാണട്ടെ. പക്ഷേ ബാക്കി നമ്മൾ എന്തായിരിക്കും എഴുതുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ പ്രിന്റ് പ്രോഫിറ്റ്സ് എന്നാണല്ലോ. സോ ഇവിടെ കുറച്ചും കൂടി അതവിടെ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലാൻ ലൈക്ക് എ ബോസ്, അതായത് ബോസ് നിൽക്കണ പോലെ അവൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്ലാൻ ലൈക്ക് എ ബോസ്, പ്ലാൻ യുവർ പ്രോഫിറ്റ്സ്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. പ്ലാൻ യുവർ പ്രോഫിറ്റ്സ്, മനസ്സിലായി? എന്നിട്ട് ഒരു ഗ്രാഫ് കൊടുക്കാം, അതിൻ്റെ പ്രോഫിറ്റ് വെക്കുന്ന പോലെ. മനസ്സിലല്ലേ? അപ്പോൾ ഇത് നമുക്ക് സൈഡിൽ എവിടെയെങ്കിലും വെച്ചേക്കാം, ചിലപ്പോൾ ആവശ്യം വന്നാലോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വെക്കാം, പ്ലാൻ ലൈക്ക് എ ബോസ്. മനസ്സിലായി? ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാത്രം ഈ ഗ്യാപ്പ് വേണമെങ്കിൽ ഒന്ന് കൂട്ടാം, ലെറ്റർ സ്പേസിങ്. മനസ്സിലായില്ലേ? പക്ഷേ ഇത് ബാക്കിൽ നിയോൺ ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ഈ എഫക്ട്സിൽ പോയിട്ട് നിയോൺ അല്ലേ, നിയോണിന്റെ ഇന്റൻസിറ്റി ഒന്ന് കുറച്ച് നോക്കട്ടെ. പ്ലാൻ ലൈക്ക് ബോസ്, മനസ്സിലായില്ലേ? അതൊരു ഇത് നിൽപ്പുണ്ട്, ഒരു സെറ്റായിട്ടുണ്ടല്ലേ. ഇതിന് കളർ മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും? ബ്ലാക്ക് ഇട്ടാരോ, ഫോറാണോ? ഓ സോറി, അതിന് കളർ മാറ്റാൻ പറ്റില്ല, അതൊരു നിയോൺ സംഭവമാണ്. ഓക്കെ, എനിവേ ഇത് സെറ്റായിട്ടുണ്ട്. പ്ലാൻ ലൈക്ക് എ ബോസ്. അപ്പോൾ കീവേഡ് പ്ലാനർ പ്ലാൻ ലൈക്ക് എ ബോസ്, അതിൻ്റെ ഒപ്പം അവർ എന്താണ് ഈ ടൈറ്റിലും കൂടി കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഉറപ്പായി ഇത് ക്ലിക്ക് ചെയ്യാനുള്ള സമയമായെന്ന് അവർക്ക് ഉറപ്പായി. മനസ്സിലായി? അങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത്. ഇത്ര നേരം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ഞാൻ ഡീപ്ലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് ഇത്തിരി ലോങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട്, അത്രയും നിങ്ങൾക്കൊരു ഡ്രൈവ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഡീപ്ലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. ഓക്കെ, സോ അത് ജസ്റ്റ് പറയണമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇനി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇത്ര കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഇത് വേണ്ട, ഇതൊരു ക്യാൻവ ട്യൂട്ടോറിയലാണ്, ഒരു യൂട്യൂബ് തമ്മിൽ. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വളർന്ന ആൾക്കാരുണ്ടാവില്ല, വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടുത്ത തമ്മിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതാണ്, കീവേഡ് മാച്ച് ടൈപ്സിന്റെ എന്താണ് നമ്മുടെ തമ്മിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ മലയാളം എന്നുള്ള സംഭവം ആണ് നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്ന സംഭവം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇമേജ് ഒക്കെ പഴയതാണ്. അപ്പോൾ ഇമേജ് ഒരെണ്ണം ഒന്ന് പുതുക്കണം. പക്ഷേ ഇമേജ് എടുക്കുന്ന ഇമേജിന്റെ വൈബ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ആദ്യം പോയിട്ട് ഞാൻ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്താ കൊടുത്തേക്കുന്നത് വായിച്ച് നോക്കാം നമുക്ക്. ഔട്ട്സ്മാർട്ട് യുവർ കോമ്പറ്റീഷൻ യൂസിങ് കീവേഡ് മാച്ച് ടൈപ്സ് എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കറക്റ്റാണ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കീവേഡ് സെലക്ട് ചെയ്താൽ എന്താണ് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനേക്കാൾ നന്നായിട്ട് പരസ്യം കാണിക്കാം, അവരെക്കാളും നന്നായിട്ട് പ്രോഫിറ്റ്സ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഈ ആശയം പറ്റുന്ന കറക്റ്റായിട്ടുള്ള ഒരു തംബ്നെയിലും ഒരു തംബ്നെയിൽ ഇമേജ് ആണ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് ഇതാണ്. ഇതൊരു എന്താ പറയുക, ഒരു മാച്ച് ടൈപ്പിന്റെ ഒരു വൈബ് കിട്ടുന്നുണ്ടല്ലോ. മാച്ച് ടൈപ്പ്, ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ മാച്ച് ചെയ്യാൻ പോകണം എന്നുള്ളൊരു വൈബ് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല എന്താണ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാം എന്നുള്ളൊരു വൈബ് അത്ര വരുന്നില്ല, എന്നാലും മാച്ച് ടൈപ്സിന്റെ ഉള്ളിൽ ഒതുക്കി വെക്കാം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ ഇത് എടുത്തു കേട്ടത് മെയിൻലി. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ കീവേഡ് മാച്ച് ടൈപ്സ് നമുക്ക് ആക്ച്വലി ഈ ബ്രോഡ് ഫ്രേസ് എക്സ്ട്രാക്ട് എന്ന് പറയുന്ന സംഭവം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അത് കാണിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഗൂഗിൾ ആഡ്സ് എഴുതിയിരിക്കുന്ന സംഭവം ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഇല്ല, വൈറ്റും ആ ഗൂഗിൾ ആഡ്സിന്റെ ലോഗം അത് ഒരുമിച്ച് കിട്ടും. ഇത് സൈഡിൽ വെക്കാം. ഇവരെനിക്ക് എന്ത് ചെയ്യണം, ഇതിനുള്ളിൽ വെക്കണം. ഇത് ആണ് ആൾക്കാർ യൂഷ്വലി കൺഫ്യൂസ്ഡ് ആണ്, ഈ ബ്രോഡ് മാച്ച് എന്താ ഫ്രേസ് മാച്ച് എന്താണെന്ന് അവർ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇത് എന്താണ് ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വന്നിരിക്കണം എങ്കിൽ ഞാൻ
എന്താ പറയുക, കുറച്ചും കൂടി സ്ഥലം വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു ഇമേജ് ഒന്ന് എന്താ ചെയ്യുക, ഡിറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് സൈസ് ഒന്ന് ക്രോപ്പ് ചെയ്യട്ടെ. ഇവൻ ഇത്രയും സ്ഥലം കളയേണ്ട ആവശ്യമില്ല, ഇത്രയും മതി, ആൾക്കാർക്ക് എന്നെ അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒന്ന് സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇവിടെ സ്ഥലം കിട്ടി. അപ്പോൾ എന്താണ്, ഇവൻ നമുക്കൊന്ന് ഒതുക്കിയിടാം, അല്ലെങ്കിൽ ഇവൻ നേരെ ആക്കണം. നേരെ ആക്കി എങ്ങനെ ഇരിക്കും? വേണ്ട, നേരെ ആക്കണ്ട, ഇത് മതി. എന്നിട്ട് ഇവനെ അടുത്ത് ഇവിടെ ഇടാം, തിരിച്ചരിച്ച് ഇത് ഈ ചരിച്ച് ഇങ്ങനെ ഇടാം. ആൾക്കാർ ശ്രദ്ധിക്കും. ഇതാണ് അവർ ശ്രദ്ധിക്കുന്നത്. ബാക്കിയുള്ള ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? ഇപ്പോൾ ഫ്രീസ് മാച്ച്. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ താഴെ ഇട്ട് ഇത് താഴെ ഇടുന്നു. ഇവനെ നമുക്ക് കുറച്ച് അങ്ങോട്ട് ചെറുതാക്കുന്നു. ഇവനെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒന്ന് കറക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് മതി, ഇത് ഒരുപാട് ഇത് വേണ്ട ആവശ്യമില്ല. ഇതിനെ നമുക്ക് കറക്റ്റ് ഞാൻ ഈ ഒതുക്കി വെച്ചേക്കുന്ന പോലത്തെ ഒരു ലുക്ക് കിട്ടി ഇതിന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എഫക്ട്സ് വന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് സ്പ്രെഡ് ഒന്ന് കുറയ്ക്കാം, റൗണ്ട് കുറയ്ക്കാം. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് 0 ആക്കിയാലോ? വേണ്ട, അത് വേണ്ട. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇത്രയാക്കാം, സ്പ്രെഡ് ഒന്ന് ഇത്തിരി കുറക്കാം. ഓക്കെ, ഇതൊന്ന് വലുതാക്കുക ഏതായാലും, കാരണം ആൾക്കാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ കൈക്കുള്ളിലാണ് ഗൂഗിൾ ആഡ്സ് ഇരിക്കുന്നത്. വയ്യ. ഇപ്പോൾ ബ്രോഡ് മാച്ച്, ഫേസ് മാച്ച്, എക്സ്ട്രാക്ഷൻ, ഇതിപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. അവൻ എന്താണ് കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ആൾക്കാർ ശ്രദ്ധിക്കും, മനസ്സിലായില്ലേ? ഏതായാലും ഒരു ലെങ്തി വീഡിയോ ആയി. എന്നാൽ പിന്നെ ചായ ഒക്കെ കുടിച്ചൊന്ന് ഉഷാറായി ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും ഒന്ന് ചായ ബ്രേക്ക് എടുത്ത് വന്ന് കുടിച്ചോളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്തത് ഇതാണ് നമ്മുടെ അക്കൗണ്ട് സ്ട്രക്ചർ. ഓക്കെ, ഒരു ഗൂഗിൾ ആഡ്സിൻ്റെ അക്കൗണ്ട് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അപ്പം അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായില്ലേ? എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് ക്യാമ്പയിൻസ്, ആഡ് ഗ്രൂപ്പ്സ്, ആഡ്സ് ഒക്കെ ഓർഡറിൽ നമുക്ക് സെറ്റ് ചെയ്യാം, അതുപോലെ നാവിഗേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ഇതൊരു ഈ ഫോട്ടോ ഒക്കെ കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ബിഗിനർ ട്യൂട്ടോറിയൽ എന്ന് മാത്രം വളരെ ഡള്ളായിപ്പോയി. കുറച്ചും ഒരു പഞ്ചായിട്ടൊരു സംഭവമാക്കാനാണ് ഉദ്ദേശം. ഫോർ എക്സാമ്പിൾ, അക്കൗണ്ട് സ്ട്രക്ചർ നമുക്കത് ഇപ്പോൾ ഇത് കാണുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലൊരു അക്കൗണ്ട് സ്ട്രക്ചർ ഉണ്ട്, അപ്പോൾ അതിനേക്കാളും ഒന്ന് എന്താ പറയുക, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം, അല്ലേ? മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതൊന്ന് പുഷ്പിച്ചെടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും അപ്ഗ്രേഡ് ടു പ്രോ ലെവൽ, അല്ലെങ്കിൽ അപ്ഗ്രേഡ് നൗ എന്നൊക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാകുമ്പോൾ കുറച്ചുകൂടി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് കാണാനും ഇഷ്ടമാണ്. ക്ലിക്ക് ചെയ്താൽ വീഡിയോ എടുത്ത് എന്താ സംഭവം എന്ന് അറിയാനും ഇഷ്ടമാണ്. കാരണം ആൾക്കാരുടെ ഉള്ളിൽ ഒരു ഇത് തോന്നും, ലൈക്ക് ഇത് ഞാൻ കണ്ടേ പറ്റും, ഇത് കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു തോട്ട് വരാമല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക, അപ്ഗ്രേഡ് നൗ എന്ന് ആക്കിയാലോ? അപ്ഗ്രേഡ് നൗ, അല്ലെങ്കിൽ ബിക്കം എ പ്രോ, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ടു പ്രോ വെർഷൻ, അത് കൊള്ളാം. അപ്ഗ്രേഡ് ടു കുറച്ച് ഫോണ്ട് ഒത്തിരി കുറയ്ക്കാൻ, ഇത്തിരി ഭയങ്കര വലുതായിപ്പോയി ഫോണ്ട്. കാരണം പ്രോ വെർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും അത് അവരുടെ വെർണാക്കുലർ ആണ്, അതായത് ഈ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് പ്രോ ലെവൽ, അല്ലെങ്കിൽ പ്രോ ആവുക, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, പ്രോ വെർഷൻ. ഇപ്പോൾ യൂട്യൂബിൻ്റെ പ്രോ വെർഷൻ, നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രോ വെർഷൻ, പ്രൈമിൻ്റെ പ്രോ വെർഷൻ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അപ്ഗ്രേഡ് ടു പ്രോ വെർഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അപ്ഗ്രേഡ് ടു, എന്നിട്ട് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം, പ്രോ, അപ്ഗ്രേഡ് ടു പ്രോ വെർഷൻ, മനസ്സിലായില്ലേ? പ്രോ വെർഷൻ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഗുമ്മിൽ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഗുമ്മിൽ എങ്ങനെ എഴുതും? നമുക്കൊന്ന് നിയോൺ അടിച്ച് നോക്കിയാലോ? നിയോൺ, ഇപ്പോൾ എഫക്സിൽ പോയിട്ട് ജസ്റ്റ് നിയോൺ അടിച്ച് നോക്കിയാലോ? അയ്യോ, കളർ മാറ്റാം, കളർ വൈറ്റ് പിടിക്കാം, കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു ഗുമ്മ് വരുന്നില്ല അവിടെ. ഈ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ആക്കിയിട്ട് ഷാഡോ വേണ്ട, മനസ്സിലായില്ലേ? അപ്ഗ്രേഡ് ടു പ്രോ വേർഷൻ. നിയോൺ വേണ്ട, നിയോൺ ഭയങ്കര കത്തി ജ്വലിച്ചിരിക്കുന്ന സംഭവം, അതൊന്ന് നമുക്ക് ഇങ്ങനെ ആക്കിയാൽ മതി, മനസ്സിലായില്ലേ? പക്ഷെ അപ്ഗ്രേഡ് ടുവിൻ്റെ അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു റോക്കറ്റ് കൊണ്ടുവരാം. ഇപ്പം ഇവിടെ വന്നിട്ട് റോക്കറ്റ്, കുറച്ച് കളർ കുറഞ്ഞ റോക്കറ്റ് ഉണ്ടോ? വേണ്ട, ഇത് മതി, ഇത് കുഴപ്പമില്ല. ഇപ്പോൾ റോക്കറ്റ് ഇവരെ കയറ്റിക്കഴിഞ്ഞാലേ ആൾക്കാർക്ക് തന്നെ ഒരു ഗുമ്മായി, ഇതെന്താ ഈ റോക്കറ്റ്? ശരി, പെട്ടെന്ന് അതൊക്കെ ആയിരിക്കും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്, വേറെ ഒന്നും ശ്രദ്ധിക്കത്തില്ല, മനസ്സിലായോ? അപ്പോൾ ഇത് വെക്കാം, ഇവനൊന്ന് വലുതാക്കാം, ഒത്തിരി വലുതായി, ഒത്തിരി കൺജസ്റ്റഡ് ആക്കി ആൾക്കാർ കാണാനൊരു ഇതുണ്ടാവില്ല കേട്ടോ. ഇവനെ നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇവനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്പ്രെഡും റൗണ്ടും കുറക്കാം. ഇവനെ നമുക്കൊന്ന് കുറക്കാം. ഇവനക്ക് എന്തിനാ വേറെ സാധനം എടുക്കുന്നത്? ഗൂഗിൾ ആഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലേ? അപ്പോൾ നമുക്ക് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് സ്ട്രക്ചർ ഇതിങ്ങനെ കയറ്റാം, ഇതിവിടെ കയറ്റാം, എന്നിട്ട് റോക്കറ്റ് ഇവിടെ കയറ്റാം, അല്ലേ? കണ്ട, അപ്ഗ്രേഡ് നൗ, അപ്ഗ്രേഡ് ടു
ഓക്കെ, എൻ്റെ റോക്കറ്റ് ഇവിടെ കയറ്റാം. മനസ്സിലായില്ലേ? പ്രോ വേർഷൻ നമ്മൾ ഇങ്ങനെ ആക്കിയാലോ. ഇവൻ എന്നിട്ട് ഒരു ഈ സൈഡല്ല, ആ സൈഡ് വേണം. അയ്യോ ശരിയില്ല, അടുക്കെന്ന് വെച്ചിട്ടേ മാറിക്കേ. ഗ്രേഡ് 2 ഈ സൈഡ് ആക്കുക, എന്നിട്ട് ഇവനൊന്ന് ഈ സൈഡ് ആക്കുക. സെറ്റ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഒരു വൈബായിട്ടുണ്ട്. ഗ്രേഡ് 2 പ്രോ വേർഷൻ. ഇത് ആൾക്കാർ ശ്രദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ പിക്ചർ ഒന്ന് സൈഡ് നീക്കി കുറച്ചും കൂടി സ്ഥലമുണ്ട്. അപ്പോൾ ഇവനെ പിക്ചർ എന്ത് ചെയ്യാം, ഒന്ന് ഡിറ്റാച്ച് ഫ്രം ഇമേജ് ഫ്രം ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടേ ഇവനൊന്ന് ക്രോപ്പ് ചെയ്യാം. ഇവനെങ്ങനെ ഇത്രയും ക്രോപ്പ് ചെയ്ത് കളയാം. ഓക്കെ, ഇതെന്താ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഒക്കെ ഇത്തിരി പോരാ. ബ്രൈറ്റ്നസ് കുറച്ച് കുറക്കാം. ഇത് ചെയ്യണം എന്താ വെച്ചാൽ എന്നാലും നമ്മളുടെ റിട്ടേൺ കണ്ടന്റ് കുറച്ചും കൂടി ആൾക്കാർക്ക് കിട്ടുള്ളൂ. കോൺട്രാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യാം. തല പോകരുത്. മനസ്സിലായില്ലേ? ഓക്കെ, നൈസ്. ഇപ്പോൾ എനിക്ക് സ്ഥലമുണ്ട് എല്ലാത്തിനും കുറച്ചും കൂടി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരും. ഈ റോക്കറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൺട്രോൾ നിൽക്കുക കഴിഞ്ഞാൽ റോക്കറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. റോക്കറ്റ് എന്ത് ചെയ്യാം, ഒന്ന് വലുതാക്കുക. ആൾക്കാർ പെട്ടെന്ന് റോക്കറ്റൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ റോക്കറ്റിനെ നമുക്കൊന്ന് ഡിസൈൻ മാറ്റിയാലോ. ബ്ലൂ ഒക്കെ മാറ്റി ഒന്ന് നമ്മുടെ കളറിലാക്കിയാലോ. ബ്ലൂ മാറ്റി, റെഡ് മാറ്റി ബ്ലാക്ക് ആക്കാം. ഓക്കെ, ബ്ലൂ മാറ്റി, ഇല്ല യെല്ലോ മാറ്റിയിട്ട് വൈറ്റ് ആക്കാം. ഇവനെ മാറ്റിയിട്ട് ഗ്രേ ആക്കിയാലോ. വൈറ്റ് തന്നെ മതി. ബ്ലൂ ആക്കിയിട്ട് ബ്ലാക്ക് ആക്കിയാലോ. ഇത് കൊള്ളാട്ടോ. നമ്മളുടെ ബ്രാൻഡ് ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെറുതെ അത് കളയണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് സ്ട്രക്ചറിന്റെ കാര്യങ്ങൾ അവിടെ പറയുന്നത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കോമൺ ഗൂഗിൾ ആഡ്സ് മെട്രിക്സ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിൽ കുഴപ്പമില്ല, ഇത് മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൽ മലയാളം ഒന്നും സംഭവം മാറ്റണം കേട്ടോ, ഞാൻ എന്നെ മാറ്റിയേക്കാം. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ആഡ്സ് കോമൺ ആഡ്സ് മെട്രിക്സ് കിഡിലൻ പെർഫോമൻസ് വേണ്ടേ? അത് നല്ലൊരു രീതിയാണ് ചോദിക്കുന്നത്, മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. സെർച്ച് ആഡ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽസ്. ഇത് കുറച്ചും കൂടി ഒരു പ്രോഫിറ്റ് എന്നുള്ള സംഭവം സെർച്ച് ആഡ്സ് മര്യാദയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ്സ് കിട്ടും, കൂടുതൽ റിട്ടേൺസ് കിട്ടും, അല്ലെങ്കിൽ കുറേ നഷ്ടങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം, ഫോർ മോർ പ്രോഫിറ്റ്സ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ലോസസ് ഇടാം. മനസ്സിലായില്ല? കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഡേഞ്ചർ സൈൻ അവിടെ കൊടുക്കാം. സേവ് യുവർ ലോസസ് അല്ലെങ്കിൽ എസ്കേപ്പ് ഫ്രം ലോസസ് എന്നുള്ളൊരു ആശയം അവിടെ കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് ഒരു ഗുമ്മുണ്ടാവും അത് ക്ലിക്ക് ചെയ്യാനായിട്ട്. ചിലക്കാരൻ സെർച്ച് ആഡ്സ് അല്ല സത്യമാണ്, മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ കാശ് ചെയ്താലും പോകും. മനസ്സിലായില്ല? അപ്പോൾ സെർച്ച് ആഡ് ക്യാമ്പ് കീവേഡ് അവിടെ ഇരിക്കട്ടെ, പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ കാണാനും ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ബാക്കി നമുക്ക് എന്തൊരു ഐഡിയ സെലക്ട് ചെയ്യാം. ഇത് എന്താ പറയുക, ഇതൊന്ന് കുറച്ച് പവർ ആക്കാനായിട്ട്, അതാണ് എനിക്ക് ചിന്തിക്കേണ്ടത്. ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ സേവ് ഫ്രം ലോസസ് എന്നുള്ള ആശയമാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഇമേജ് ഒന്ന് നൈസായിട്ട് ഇതിവിടെ വന്നിട്ട് കണ്ടോ, സേവ് ഒരു പേടിച്ചിരിക്കുന്ന ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റ് ഉണ്ടാകുന്ന വിചാരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ, എന്നിട്ട് റിപ്ലേസ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പേടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഗൂഗിൾ ആഡ്സ് എന്താ പറയുക. ഓക്കെ, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്കത് വേണം, കാരണം ആൾക്കാർക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഐഫോൺ ഇട്ടാൽ കുറച്ചും കൂടി ഇഷ്ടമാണ് ആൾക്കാർക്ക്, കാരണം അതാണല്ലോ ഞാൻ കൊടുത്തിരിക്കുന്നത് അതിൽ. ഓക്കെ, അപ്പോൾ ഇത് ചെറുതാക്കണം, അല്ലെങ്കിൽ ഇന്ന് ഇത് വലുതാക്കണം. ഓക്കെ, ഗൂഗിൾ ആഡ്സ് ഇടക്കിടക്ക് വരുന്നത്. എനിവേ, അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ ഞാനേ ഒരു ക്ലൗഡ് സെറ്റ് ചെയ്യാം, ഒരു തോട്ട് ക്ലൗഡ്, നമ്മൾ ചിന്തിക്കുന്ന പോലെ തോട്ട് ബബിൾ. ഇത് തുറന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് തുറന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ പറയുക, നഷ്ടം വന്നാലോ എന്നുള്ളൊരു തോട്ടില്ലേ, അത് അവിടെ കയറ്റാം. ഇത് നിൽക്കട്ടെ, എനിക്കൊന്ന് ഇമേജ് കുറച്ചും കൂടി റൈറ്റ് സൈഡിലേക്ക് നീക്കാം അല്ലേ. എഡിറ്റ് ഇമേജ്, സോറി ക്രോപ്പ് നീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് അത് ഡിറ്റാച്ച് ഫ്രം ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യാം. ഇത്രയും സ്ഥലം വെറുതെ കളയേണ്ട ആവശ്യം ഇല്ല, ഇത്രയും. ഓക്കെ, അതേപോലെ താഴെ നിന്നും ഇത്രയും സ്ഥലം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഡൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സ്ഥലമുണ്ട്, കാലം കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ലോസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ലോസ് എടുത്തിട്ട്, ഓക്കെ, ഈ ലോസ് ഇല്ലേ, ലോസ് വന്നാലോ എന്നൊരു പുള്ളിക്കാരൻ പേടിയാണ്. പക്ഷെ ഇത് ഫുൾ റെഡ് ആക്കിയാലോ നമുക്ക്, ഇപ്പോൾ റെഡ് ആകുമ്പോൾ പേടി നമുക്ക് കൊണ്ടുവരാമല്ലോ അവിടെ. ഇത് നമുക്ക് ബ്ലാക്ക്, ഡേഞ്ചർ ആണ് അവിടെ കാണാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊരു ബ്ലാക്ക്. മനസ്സിലായില്ല? അപ്പോൾ ലോസ് വന്നാലോ എന്നുള്ളൊരു പേടിയാണ് പുള്ളിക്കാരനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം,
സെർച്ച് ആഡ് ക്യാമ്പയിൻ. അപ്പൊ ഇതൊന്നും മാറ്റാം, എനിക്കൊന്ന് ഇപ്പൊ ഇത് മാറ്റേണ്ടി വരും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താ പറയാ, സേവ് ലോസസ്, സേവ് ഫ്രം ഡു റൈറ്റ് അല്ല, ഡു ഇറ്റ് ദ റൈറ്റ് വേ, അതായിരിക്കും നല്ലത്. ഡു ഇറ്റ് ദ റൈറ്റ് വേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഡു ഇറ്റ് ദ റൈറ്റ് വേ, ഡു ഇറ്റ് റൈറ്റ്, അത്ര മതി, എന്തിനാ അധികം വേർഡ്സ്. ഡു ഇറ്റ് റൈറ്റ്. ഓക്കെ. അപ്പൊ അതിന് എന്നിട്ട് എന്താണ്, താഴെ നമുക്ക് ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇടാം. മനസ്സിലായില്ലേ? സ്റ്റെപ്പ്. ഓക്കെ, താഴെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡു ഇറ്റ് റൈറ്റ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇവനെ നമുക്കൊന്ന് സൈസ് കുറയ്ക്കാം, റൗണ്ടഡ്നെസ്സും ഇവന്റെ സ്പ്രെഡും ഒക്കെ നമുക്കൊന്ന് കുറയ്ക്കാം. ഇവനെ നമുക്കൊന്ന് വലുതാക്കാം. ഗൂഗിൾ ആഡ്സ്, മനസ്സിലായോ? സെർച്ച് ആഡ്സ് ക്യാമ്പയിൻ, ഡു ഇറ്റ് റൈറ്റ്. അതാണ് ആൾക്കാർ മനസ്സിൽ നെറ്റ് വേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. മനസ്സിലായില്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ. ഈ മലയാളം എന്ന് മാറ്റാതെ ഞാൻ പിന്നെ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതാ ഈ ഒരു ഐഡിയ കിട്ടിയല്ലോ, മനസ്സിലായില്ല? ഓക്കെ, ഇതാണ് ഒരു ഫുൾ സ്ക്രീൻ വ്യൂ. ഗൂഗിൾ ആഡ്, സെർച്ച് ആഡ് ക്യാമ്പയിൻ, ഡു ഇറ്റ് റൈറ്റ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. മനസ്സിലായില്ലേ? അപ്പോൾ ലോസ് വരാമെന്ന് പുള്ളിക്കാരൻ പേടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് കീവേഡ്സിന്റെ കേസാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നെഗറ്റീവ് കീവേഡ്സിന്റെ കേസിലാവുമ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കുക. ഇമേജ് കൊള്ളാം അല്ലേ? ഇപ്പോൾ പക്ഷേ ഒന്ന് ക്രോപ്പ് ഇത്ര സ്ഥലം നമുക്ക് ഒന്ന് ലാഭിക്കായിരുന്നല്ലോ. നമുക്ക് ഡിറ്റാച്ച് ഫ്രം ബാക്ക് ചെയ്യാം. എന്നിട്ട് ഇവനത് ഇങ്ങനെ അവിടെ നിന്ന് നമുക്ക് നിങ്ങൾക്ക് അറിയോ, അതായത് നമ്മൾ ചില കീവേഡ്സിൽ പരസ്യം കാണിക്കരുത്. മനസ്സിലായില്ലേ? ചില ഗൂഗിൾ ആഡ്സ് ഒരുപാട് കീവേഡ്സിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ടൈപ്പ് നമ്മൾ ബോൾസ് ആണ് സെല് ചെയ്യുന്നത്, മനസ്സിലായി? ടെന്നീസ് ബോൾസ് ആണ്. പക്ഷേ ക്രിക്കറ്റ് ബോൾസിനൊക്കെ നമ്മുടെ പരസ്യം കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്രിക്കറ്റ് എന്ന് പറഞ്ഞ വാക്ക് നെഗറ്റീവ് കീവേഡ് ആയിട്ട് അവിടെ മാറ്റും. അപ്പൊ അതെങ്ങനെ കാണിക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. ഇതൊക്കെ രസമില്ല, അത് പഴയ ഒരു സ്റ്റൈലാണ്. ഞാൻ ഇതൊക്കെ മാറ്റാൻ പോകണം. അപ്പൊ ഇത്രയും നമുക്കൊരു ക്യാൻവാസ് ഉണ്ട്, നമ്മൾ എങ്ങനെ അത് ചിന്തിക്കാം, ആലോചിക്കട്ടെ. അപ്പം ഇത് ലൈക്ക് വി ആർ ബ്ലോക്കിംഗ് ഫേക്ക് ക്ലിക്സ് അല്ലേ? അപ്പൊ ബ്ലോക്കാണ് നമ്മൾ കൂടുതലും എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഡേഞ്ചർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേ, ഡേഞ്ചർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇതുണ്ടല്ലേ, ഡേഞ്ചർ, അതൊരു സംഭവമാണ്. ഇപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും, ഓക്കെ എന്നിട്ടാണ് ഈ ഡേഞ്ചർ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം നോ ഫേക്ക് ക്ലിക്സ് അലൗഡ്. മനസ്സിലായില്ലേ? അപ്പോൾ നോ ട്രസ്പാസിംഗ് അലൗഡ് എന്നൊക്കെ നമ്മൾ, അതൊക്കെ നമ്മളെ ആൾക്കാരുടെ ഫിയറിനെ ഇൻവോക്ക് ചെയ്യുന്ന ഇമോഷൻസ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ കണ്ടിട്ട് കാണണം, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വന്നിട്ട് നോ ഫേക്ക് ക്ലിക്സ് അലൗഡ് നമുക്ക് എഴുതാം. ഇപ്പോൾ നോ ഫേക്ക് ക്ലിക്സ് അലൗഡ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു പഞ്ചിങ് സംഭവമാണല്ലോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെക്കാം. ഇത് സ്ഥലം ഇത്തിരി കുറവാണ്. ഈ റെഡ് കാണുമ്പോൾ തന്നെ ആൾക്കാർ ഉറപ്പായിട്ടും ശ്രദ്ധിക്കും. ഇതൊന്നും നമുക്ക് വൈറ്റ് ആക്കിക്കാം. പിന്നെ എന്താണ് ആൾക്കാർ ശ്രദ്ധിക്കും, ഓക്കെ ഫേക്ക് ക്ലിക്സ് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഡാൻ പറയാൻ പോകുന്നതെന്നാണ് അവർ മനസ്സിൽ ഓൾറെഡി. പിന്നെ ഇതും പിന്നെ ടൈറ്റിലും കൂടി വായിച്ചാൽ ഓക്കെ സെറ്റ്, ഇത് നമുക്ക് ഈ വീഡിയോ കണ്ടേക്കാം എന്നുള്ളൊരു തോന്നൽ വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു അടിപൊളി സംഭവമാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഹൗ കീവേഡ് ബിഡിംഗ് ആണ്. മനസ്സിലായില്ലേ? കീവേഡ് ബിഡിംഗ് എന്നൊരു സംഭവം, അതായത് ഗൂഗിൾ നമ്മളെ കോമ്പറ്റേഴ്സ് നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ നമ്മുടെ കോമ്പറ്റേഴ്സും പരസ്യം ചെയ്യുന്നുണ്ട്. അപ്പം ആരാണ് ഏറ്റവും നല്ല കാശ് തരുന്നത് അവനായിരിക്കും എന്ത് ചെയ്യേണ്ടത്, ഈ വിചാരിക്കുന്നത്. ഗൂഗിളിന്റെ കേസിൽ കാശ് മാത്രമല്ല, കാശും ക്വാളിറ്റി സ്കോർ എന്ന സംഭവമുണ്ട്. അപ്പോൾ ആരാണ് നല്ല ക്വാളിറ്റി സ്കോർ ഉള്ളത്, നല്ല ബിഡിംഗ് ഉള്ളത്, അവനായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പരസ്യം കാണിക്കേണ്ടത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, കീവേഡ് ബിഡിംഗ് സംഭവിക്കേണ്ടത്. അപ്പോൾ ആ കൺസെപ്റ്റാണ് ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതെങ്ങനെ, അതിന്റെ ഒരു ആശയം മനസ്സിൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ തംബ്നെയിൽ ഡിസൈൻ ചെയ്ത് നമുക്കൊന്ന് ആലോചിക്കാം. അപ്പോൾ ഒരു കോമ്പറ്റീവ് സ്പിരിറ്റ് ആണല്ലോ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കോമ്പറ്റീഷൻ അടിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ വരെ നോക്കാം. ഓക്കെ, ഇത് വരുന്നുണ്ട്, ഇത് കൊള്ളാം. അപ്പോൾ ഇങ്ങനെ ഈ ടൈറ്റിൽ മാറ്റിയാൽ കൊള്ളാമെന്ന് എനിക്ക്. ഓക്കെ, ഇത് വരാലോ. പക്ഷെ ഇതിന് അത്ര ഒരു പവർ ഉണ്ടോ? പവർ വരുന്നില്ല. ബീറ്റ് യുവർ കോമ്പറ്റീറ്റേഴ്സ് എന്നൊക്കെ വല്ല ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സെറ്റ് ആവും. അല്ലെങ്കിൽ ഇത് കൊടുത്താലോ, ഇതൊരു ഇവനങ്ങനെ മാറ്റിയിട്ട് ഇത് വെച്ചിട്ട് ഇവിടെ മുകളിൽ കോമ്പറ്റീറ്റർ 1 കോമ്പറ്റീറ്റർ 2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതും കുറച്ച് ടൈമല്ല, സ്ഥലത്തിന്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഇത്തിരി വലുതാക്കി ഞാൻ. ഓക്കെ, ഇത്തിരി വലുതാക്കണ്ട അല്ലേ? ബട്ട് നമുക്ക് ടെക്സ്റ്റ് ഇടാം. യു ഇവിടെ വരുന്നു. ഓക്കെ, അപ്പൊ യു വൈറ്റ് ആക്കാം. ഇത് ഇത്തിരി വലുതായി പോയി. ഇവനെ നമുക്ക് പിന്നെ എന്താണ് കോമ്പറ്റീറ്റർ 1 എഴുതാം. കോമ്പറ്റീറ്റർ
1 അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ 2. ഇത് ഭയങ്കര വലുതായി പോയൊരു സംഭവമാണ്. എന്നിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തു, സ്പേസ് ഇട്ട് താഴെയാക്കാം. കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ കോമ്പറ്റീറ്ററിന് നമുക്ക് പേര് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കോമ്പറ്റീറ്ററിന് മാത്രം കൊടുത്താൽ പോരെ, നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലായില്ലേ? കുറച്ചുകൂടി മനസ്സിലാവും ആൾക്കാർക്ക്. ഒന്നും കൂടി ഒന്ന് ഉയർത്തിച്ചാൽ ഈ പിക്ചർ ഒതുക്കിട്ടേ ഇതൊന്ന് വലുതാക്കാൻ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് അറ്റാച്ച് ഇമേജ് ഇവനെ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് തൊപ്പി കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവനെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ഇമേജ് അത് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സ്ഥലം കിട്ടി. മനസ്സിലായില്ലേ? ഇപ്പോൾ കോമ്പ്യൂട്ടർ ഒന്ന് കോമ്പ്യൂട്ടർ ചെയ്ത് കഴിഞ്ഞാൽ കോമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ ഇവനെ നമുക്ക് ഇങ്ങനെ ആക്കാം. ഇവരൊക്കെ ബ്ലാക്ക് കൊടുത്താലോ ബാക്കിൽ, എന്നാലേ അത് ശരിയാവുള്ളൂ. കോമ്പ്യൂട്ടർ റൗണ്ടഡ്നെസ് ഒക്കെ വേണ്ട, സ്പ്രെഡും വേണ്ട. അല്ല, സ്പ്രെഡ് ഇരിക്കട്ടെ. അപ്പോൾ ഇതിനും അതേപോലെ തന്നെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് റൗണ്ടഡ്നെസ് ഇത് കുറയ്ക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് വലുതാക്കാം, അതായത് നല്ലത്. ശരി, ഇപ്പോൾ കോമ്പ്യൂട്ടർ വെച്ച് നോക്കുമ്പോൾ എന്താണ്, നമ്മൾ കയറി വന്നു എന്നുള്ളൊരു ആശയമാണ് ഞാൻ ഇവിടെ വെക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം കൂടി ശ്രദ്ധിച്ചിട്ടേ ഒന്ന് ഒരുമിച്ച് അങ്ങനെ നീട്ടിയാലോ. ഓക്കെ, ഇപ്പോൾ റൈറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇവനെയും എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കയറ്റാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കയറ്റുക. വല്ലാത്തൊരു ഇതായിപ്പോയി, സ്പ്രെഡ് കുറയ്ക്കാം. അപ്പോൾ കോമ്പ്യൂട്ടർ സെറ്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ കയറി വന്നു എന്നുള്ളൊരു ആശയം. ഓക്കെ, അപ്പോൾ കീവേഡ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ എന്താണ്, കോമ്പ്യൂട്ടറിനെക്കാളും നമുക്ക് ഫസ്റ്റ് കയറി വരാം എന്നുള്ളൊരു ആശയമാണ് ഞാൻ ഇവിടെ മുന്നേക്ക് വെച്ചിരിക്കുന്നത്. അത് കൺവേ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഒരു സ്റ്റിക്ക് ഫിഗർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇയാളിങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ആ മനുഷ്യനാണെന്നുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ. പിന്നെ വേറെ ആളത് ഇവിടെ നിൽക്കുന്നു. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആൾ അങ്ങനെ കൊടുക്കാം. എന്തൊക്കെ ചെയ്യണം എൻ്റെ ദൈവമേ. മനസ്സിലായില്ലേ? അപ്പോൾ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, നമ്മൾ ജയിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഏതായാലും ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കും. എങ്ങനെ നമുക്ക് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെക്കാളും എങ്ങനെ ഒന്ന് മുന്നേറി വരാം എന്നുള്ള ചിന്ത എല്ലാവർക്കും വരും. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഓക്കെ, വാട്ട് ഈസ് സെർച്ച് നെറ്റ്വർക്ക്, ഡിസ്പ്ലേ നെറ്റ്വർക്ക്, അത് ഓക്കെ. പക്ഷേ എന്ന് എഴുതിയിരിക്കുന്നത് മേളിൽ വെക്കണതായിരിക്കും കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നി. ജസ്റ്റ് ഇവിടെ താഴെ കൊണ്ടിട്ട് ഇല്ല വേണ്ട, ഇവിടെ ഒരു കൈ വന്നിരിക്കുന്നുണ്ട്, അതാണ് ഞാൻ. ഓക്കെ, അതായിരുന്നു ആ ഡിസൈനിന്റെ രഹസ്യം. ഓക്കെ, രഹസ്യമാ. ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, വാട്ട് ഇഫ് എന്നൊക്കെ പറയുന്ന പോലെ. ഇത് കുഴപ്പമില്ല, ഇത് എന്താ പറയാ, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ മലയാളം ആക്കണം. ഇതിന്റെ ബാക്കിൽ ഒരു വൈറ്റ് ഇടണം, അതൊക്കെ പിന്നെ ചെയ്യാം. സെർച്ച് ആഡ് ഹാക്സ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ കീവേഡ് കൗണ്ട് ഡൗൺ ലൊക്കേഷൻ ഇൻസർഷൻ ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പോൾ സെർച്ച് ആഡ് ഹാക്സ് ഇതിൽ എന്താണ് കൂടുതൽ ഇതില്ല. ഇപ്പം എന്തെങ്കിലും ഒരു ഇവരാണ് ഇമേജ് കുറച്ചും കൂടി ഒഴിവാക്കിയിട്ട് വല്ല ഇമോജി ഇവിടെ കയറ്റാമായിരുന്നു. അത് വലിയ സീനില്ല ആക്ച്വലി, അല്ലേ? ഇമോജി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് ഗൂഗിൾ ആഡ്സ് എക്സ്റ്റൻഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് പക്ഷേ എന്തോ ഒരു വശപ്പശൊക്കെ ഉണ്ട്, ഒന്നും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് എന്താണ്, നേരെ യൂട്യൂബിൽ പോയിട്ട് അവിടെ എന്താ ഞാൻ എൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. കൺവേർട്ട് 15% മോർ കസ്റ്റമേഴ്സ് യൂസിങ് ഗൂഗിൾ ആഡ്സ് എക്സ്റ്റൻഷൻസ് എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് സത്യം, കൂടുതലും നമുക്ക് എക്സ്റ്റൻഷൻസ് വഴി കൂടുതൽ ആൾക്കാരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഗൂഗിൾ തന്നെ പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് വരേണ്ടത്, ക്യാൻവയിലെ നമ്മളുടെ തംബ്നെയിൽ വരേണ്ടത്. അപ്പോൾ എങ്ങനെ ഇത് സെറ്റാക്കാം? ഈസി പ്രോഫിറ്റ്സ്, അത് കുറച്ച് ഗുമ്മില്ല. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ഗൂഗിൾ ആഡ്സ് എക്സ്റ്റൻഷൻ വീണ്ടും പറയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അല്ല, ഗൂഗിൾ എന്നൊരു വാക്ക് വേണ്ട, ആഡ്സ് എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ ആഡ് എക്സ്റ്റൻഷൻസ് എന്ന് മതി. എന്തിനാ വെറുതെ? മനസ്സിലായില്ല, അങ്ങനെയാണ് അതിനെ പറയുന്നത്. ഗൂഗിൾ ആഡ്സ് ഓൾറെഡി പറയുന്നുള്ളൂ. ഇപ്പം നമുക്ക് കയറ്റി വെക്കാം. ആഡ് എക്സ്റ്റൻഷൻസ് നമുക്കൊന്ന് വലുതാക്കാം. ഈ വലുതാക്കുന്ന ഇതിൻ്റെ ഇതെന്തോ റൗണ്ടർനെസ്സും സ്പ്രെഡും കുറയ്ക്കാം. മനസ്സിലായില്ല? ഓക്കെ, ആഡ് എക്സ്റ്റൻഷൻസ് കുറച്ച് ആക്ഷൻ പറയും. യൂസ് ആഡ് എക്സ്റ്റൻഷൻസ് ആൻഡ് കൺവേർട്ട് മോർ, അല്ലെങ്കിൽ കൺവേർട്ട് ലൈക്ക് ക്രേസി എന്ന് പറയാം. കൺവേർട്ട് ലൈക്ക് ക്രേസി, മനസ്സിലല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കൺവേർട്ട് ലൈക്ക് ക്രേസി എന്നുള്ളൊരു ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രാഫ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റുപ്പീസ് ഞാൻ ഇങ്ങനെ ഉള്ളത് കുറച്ച് അങ്ങോട്ട് കയറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ ലൈൻ ഹെഡിങ് ലൈൻ സ്പേസിങ് കുറച്ച് കഴിഞ്ഞാൽ 3 നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, കൺവേർട്ട് ലൈക്ക് ക്രേസി. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ നല്ലതായിരിക്കും അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഒരു സ്ക്വയർ കൊണ്ടിട്ടല്ലോ ബാക്കിൽ.
നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ബ്ലാക്ക് ആക്കണോ? ബ്ലാക്ക് ആക്കി കൺവേർട്ടിലെ പവർ ആയിട്ടുണ്ട് മോനെ. ഓക്കെ, Google Ads ad extensions. Use ad extensions. It's like they use ad extensions and convert like crazy. Okay, മനസ്സിലായില്ലേ? അതൊരു വെറൈറ്റി, ഒരു പവർ ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? കൺവേർട്ട് ലൈക്ക് ക്രേസി എന്ന് പറഞ്ഞാൽ സെൽ ലൈക്ക് ക്രേസി ഇട്ടല്ലോ, അതല്ല കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്നേ. സെൽ ലൈക്ക് ക്രേസി, മനസ്സിലായില്ലേ? സെൻട്രലാക്കാം. സെൻട്രലാണ് പൊസിഷൻ, സെൻട്രൽ. ഓക്കെ, ഇപ്പോൾ ഇത് പവർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് താഴെ ഇപ്പോൾ എവിടെയെങ്കിലും മലയാളം എന്നുള്ളൊരു സംഭവം ഞാൻ എവിടെയെങ്കിലും കുത്തിക്കയറ്റണം, അത് ഞാൻ ചെയ്തോളാം. അടുത്തത് ബിഡ് സ്ട്രാറ്റജീസ്. പാർട്ട് 1 എഴുതിയിരിക്കുന്നത് ഏറ്റവും മേളിൽ കൊണ്ടിടാം, എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കില്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നമുക്കൊരു ഷാഡോ ഇത് കൊടുക്കാം, എന്നിട്ട് ഇത് രണ്ടും കൊടുക്കാം. ഓക്കെ, പാർട്ട് 1 അവിടെ ഇരിക്കട്ടെ. ഗൂഗിൾ ആഡ്സ് എന്ന് എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബിഡ് സ്ട്രാറ്റജീസ്, ബിഡ് ലൈക്ക് പ്രോ, അങ്ങനെ എന്തെങ്കിലും അയക്കാം. അല്ലെങ്കിൽ ബിഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ബിഡ് സ്ട്രാറ്റജീസ് ഉണ്ട്, മാനുവൽ ബിഡ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പം ഓട്ടോമാറ്റിക് ആണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്, മാനുവൽ ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് ചെയ്താലോ? മേക്ക് പ്രോഫിറ്റ്സ് ഓൺ ഓട്ടോ പൈലറ്റ്. മനസ്സിലായില്ലേ? അതൊരു ഗുമ്പ് സാധനമല്ലേ? പക്ഷേ ഈ ഒരു എഫക്റ്റ് വേണ്ട, ഈ എഫക്റ്റ് മാറ്റിയിട്ട് സാധാരണ നമുക്ക് ആദ്യം ഇടാം, എന്നിട്ട് നമുക്ക് നോക്കാം. പ്രോഫിറ്റ്സ് ഓൺ ഓട്ടോ, അല്ലേ? ഇവിടെ തൊട്ട് നമുക്ക് താഴേക്ക് പോവാം. ഓട്ടോ പൈലറ്റ്, സെൽ പ്രോഫിറ്റ്സ് ഓൺ, ഇതിൻ്റെ പക്ഷേ സൈസ് നമുക്ക് കുറയ്ക്കാം. അല്ലടാ, അതും കുറയ്ക്കാം, കൂട്ടാം. പ്രോഫിറ്റ്സ് ഓൺ ഓട്ടോ പൈലറ്റ്, ഇതിനെ നമുക്കൊന്ന് ഗുമ്മാക്കണം. ഇവനെ മാത്രം ഇങ്ങനെ മൊത്തത്തിൽ ആവുമല്ലേ? വേണ്ട. അല്ലെങ്കിൽ അത് വേണ്ടല്ലോ, ഓട്ടോമേറ്റ് യുവർ പ്രോഫിറ്റ്സ് നോക്കിയാലോ? അതല്ലേ കുറച്ചുകൂടി ഒരു ഗുമ്മുള്ളത്. ഓട്ടോമേറ്റ് യുവർ പ്രോഫിറ്റ്സ്, അത് കുറച്ച് ഗുമ്മുള്ളത്, അതായത് ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഗുമ്മുള്ളതനുസരിച്ച് നിങ്ങൾ എന്താണ് സെലക്ട് ആക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു എഫക്റ്റ് ഒന്ന് കുറയ്ക്കാം. ഓട്ടോമേറ്റ് പ്രോഫിറ്റ്സ് എന്ന് വെച്ചിട്ടേ ഒരു ഐഡിയ ഉണ്ട്. അതായത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് എന്താ പറയുക, കുറച്ച് ഡോളർ സൈൻ, ഈ ഒരു ഡോളർ സൈൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. ഇവനെ നമുക്ക് തിരിച്ചിവിടെ കൊണ്ടുവരാം, ഇവനെ നമുക്കൊന്ന് കയറ്റാം. ഇവനെ നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ സി കൺട്രോൾ വി, മനസ്സിലായില്ലേ? അപ്പോൾ ഇവനെ നമുക്ക് ഒരു ബ്ലാക്ക് ആക്കാമല്ലോ, ബ്ലാക്ക് ആക്കാം. ഇവനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവനെ നമുക്ക് ബ്ലാക്ക് ആക്കാം. ഇവനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ബ്ലാക്ക് ആക്കാം, ഇതിനെ നമുക്ക് വൈറ്റ് ആക്കാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വൈറ്റ് ആക്കാം, ഇതിനെ ബ്ലാക്ക് ആക്കാം. ഓരോരോ ഓക്കെ, ഏകദേശം ഒരു ഇതിലായി. അപ്പം ഇങ്ങനെ ആയിരിക്കും എന്ത് ആൾക്കാർ പെട്ടെന്ന് ഐ കാച്ചിങ് ആയാൽ മതി. അതാണ് നിങ്ങളുടെ മെയിൻ ലക്ഷ്യം, ഐ കാച്ചിങ് ആയാൽ മതി. മനസ്സിലായില്ലേ? നമുക്കിവനെ ജസ്റ്റ് ഒന്ന് കറക്കാം, ഇങ്ങനെ കറക്കാം, ഇത് ഇങ്ങനെ കറക്കാം, ഇതിങ്ങനെ കറക്കാം. ഓക്കെ, ആ വേരിയേഷൻസ് വരുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഓക്കെ, നമ്മൾ താഴേക്ക് വരുന്നു. അടുത്തത് ഇത് ബിഡ് സ്ട്രാറ്റജീസിന്റെ പാർട്ട് 2 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യും? സ്കൈ റോക്കറ്റ് സെയിൽസ് എന്നല്ലേ, ഇതേപോലെ തന്നെ ഞാൻ ഇതും സെറ്റ് ആക്കും. ഓക്കെ, സെയിം ഓൾമോസ്റ്റ്. ബാക്കിയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. മാസ്റ്റർ ഇതൊക്കെ നൈസാണ്. ഞാൻ ആ ഒരു എന്താ പറയുക, ഇത് എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗൂഗിൾ ആസ് ഡാഷ്ബോർഡ് ഞാൻ കോപ്പി ചെയ്തിട്ടതാണ്. ഇത് നല്ലതാണ്, റൈറ്റ് വിന്നിങ് ഹെഡ്ലൈൻസ്. ഇവിടെ നിങ്ങളുടെ എല്ലാം അത്യാവശ്യം നന്നായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സത്യം പറയാലോ, അവസാനമായപ്പോൾ ഞാനും അങ്ങനെ ക്ഷീണിച്ചു. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു തംബ്നെയിൽ ഡിസൈനിൽ പോകുന്ന, ബാക്കിലൂടെ പോകുന്ന എൻ്റെ തോട്ട് പ്രോസസ്സുകൾ. ഓക്കെ, ഇത് 100% ശരി എന്നില്ല. കാരണം അട്രാക്ഷനാണ് നോക്കുക. അട്രാക്ഷന് പ്രത്യേകിച്ച് റൂൾസും റെഗുലേഷൻസും ഒന്നും ഇല്ലല്ലോ. ക്രിയേറ്റിവിറ്റി ബാക്കിയുള്ളവരെക്കാളും എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും മാറി നിൽക്കണം. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ഗ്രൂപ്പിലുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെയൊക്കെ അവരൊക്കെ എല്ലാം എടുത്ത് പോയി സെർച്ച് ചെയ്തെല്ലാം പഠിച്ച് വെച്ചിരിക്കുകയാണ്. അവരെക്കാളും നന്നായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് തംബ്നെയിൽസാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലും ഈ വീഡിയോ കണ്ട ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലെന്ന് പറഞ്ഞ് തളർന്നിരിക്കരുത്. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ചെയ്തിരിക്കുന്ന പോസ്റ്റേഴ്സ്, ഇപ്പോൾ ഡിസ്പ്ലേ ക്യാമ്പയിൻസ് എന്തായാലും അവർ ചെയ്തിരിക്കുന്നേക്കാൾ ഒരു പടി അബവ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് അവരുടെ ലെവൽ ഓഫ് ക്വാളിറ്റി എങ്കിലും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും നല്ലൊരു എന്താണ് തംബ്നെയിൽസാണ് സെറ്റ് ആക്കിയിരിക്കുന്നത്.
ദൈവമേ അവരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടാവോ? See, ആഹ്, ഇതാണ് മനസ്സിലായില്ലേ? അപ്പം ആഹ്, ഒത്തിരി വലിയ വീഡിയോ ആയി പോയി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷെ എന്ത് ചെയ്തില്ലെങ്കിലും ഷെയർ ചെയ്യണം. ഓക്കെ, നമ്മളെപ്പോലെ യൂട്യൂബിൽ വളരാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരെ വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് തംബ്നെയിലാണ്. ഒരു യൂട്യൂബിൽ ഓർഗാനിക് ഗ്രോത്ത് വരാനായിട്ട് ഏറ്റവും വലിയ ഒരു ഘടകം, ഒരു കാറ്റഗറി എന്ന് പറയുന്നത് തംബ്നെയിൽസ് ആണ്. കാരണം എന്തെങ്കിലും ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10ാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ വരുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ തംബ്നെയിൽ അടിപൊളിയാണെങ്കിൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യും. പുതിയതാണെങ്കിൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യും. കാരണം തംബ്നെയിൽ കൊള്ളാം. കാരണം കൂടുതൽ ആൾക്കാർ വിഷ്വലാണ്. മനസ്സിലായില്ലേ? അപ്പം ദിസ് ഇസ് ഡാൻ. സ്റ്റേ ട്യൂൺഡ്.